പോലീസിനെ കണ്ട് MDMA പാക്കറ്റ് വിഴുങ്ങിയ ആളാണ് മരിച്ചിരിക്കുന്നത്. ഗുരുതരാവസ്ഥയിലായിരുന്നു, വെന്റിലേറ്ററിലായിരുന്നു. അതിനുശേഷം മരണം സംഭവിക്കുകയായിരുന്നു. എനിക്കൊപ്പമുള്ളത് ഡോക്ടർ PN സുരേഷ് കുമാറാണ്. ഡോക്ടർ, ഇപ്പം MDMA കഴിച്ചിട്ടാണ് ഇയാൾ മരിച്ചത് നമുക്ക് പോസ്റ്റ്മോർട്ടത്തിൽ മാത്രമേ അറിയാൻ പറ്റുള്ളൂ. 2 പ്ലാസ്റ്റിക് കവറിലുള്ള MDMA ആണ് കഴിച്ചിരിക്കുന്നത്. എൻഡോസ്കോപ്പിയിൽ അത് കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇത്തരം സാധനങ്ങൾ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നതിന് ഒരു കണക്കൊക്കെ ഉപയോഗിക്കാൻ പാടില്ല. എന്നിരുന്നാൽ പോലും ഇതെങ്ങനെയാണ് ഇതിന്റെ ഒരു ഇങ്ങനെ മരണത്തിലേക്കൊക്കെ കാരണമാവുന്നത്? MDMA എന്ന് പറഞ്ഞാൽ അതൊരു മെത്താംഫിറ്റമിൻ എന്നാണ് അതിന്റെ ശരിക്കുള്ളൊരു ജനറിക് പേര് നമ്മൾ പറയുന്നത്. മെത്താംഫിറ്റമിൻ എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റിമുലന്റ് ആണ്. അതായത് നമ്മുടെ തലച്ചോറിന്റെ സിമ്പതറ്റിക് നെർവസ് സിസ്റ്റം എന്ന് പറയും. നമ്മുടെ തലച്ചോറിന്റെ പ്രഷർ, ശ്വാസം ഇതിനെയൊക്കെ നിയന്ത്രിക്കുന്ന ഈ സിമ്പതറ്റിക് നെർവസ് സിസ്റ്റത്തിനെ ഉത്തേജിപ്പിക്കുന്ന ഒരു കെമിക്കൽ ആയതുകൊണ്ടാണ് അതിനെ സ്റ്റിമുലൻ എന്ന് പറയുന്നത്. അപ്പൊ ഇത് സാധാരണയായിട്ട് ഇപ്പൊ ചെറിയ ഡോസിൽ കഴിച്ചാലും വലിയ ഡോസിൽ കഴിച്ചു കഴിഞ്ഞാലും സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ മീതിൽ മെത്താംഫിറ്റമിൻ എന്ന് പറയുന്നത് നമ്മുടെ BP കൂട്ടും, നെഞ്ചിരിപ്പ് കൂട്ടും, റെസ്പിറേറ്ററി റേറ്റ്, ശ്വാസഗതി വർദ്ധിപ്പിക്കും, പിന്നെ സ്വെറ്റിംഗ് ഉണ്ടാക്കും. അതായത് എല്ലാ ഞരമ്പുകളെയും ഉത്തേജിപ്പിക്കുന്നതുകൊണ്ടാണ് ഇത് ഉണ്ടാവുന്നത്. അപ്പോൾ സാധാരണക്ക് ഇങ്ങനെ ഒരു ഉത്തേജനം നമുക്ക് വരുന്നതുകൊണ്ട്, ഈ ഉപയോഗിക്കുന്ന വ്യക്തിക്ക് വരുന്നതുകൊണ്ടാണ് അയാൾക്കൊരു അതിന്റെ ഒരു കിക്ക്, ഒരു ഇഫക്റ്റ് എന്നൊക്കെ പറയുന്നത് ഉണ്ടാവുന്നത്. പക്ഷെ ഇത് അമിതമായിട്ടുള്ള അളവിൽ ഉപയോഗിക്കുമ്പം ഇതെല്ലാം വളരെ കൂടിയ രീതിയിലായിപ്പോകും. അതായത് ഇപ്പം BP കൂടുന്നു എന്ന് പറഞ്ഞാൽ അത് വളരെ BP അമിതമായിട്ട് കൂടിയിട്ട് ഇയാൾക്ക് തലച്ചോറിലെ രക്തക്കുഴൽ പൊട്ടിയിട്ട് രക്തസ്രാവം സംഭവിക്കാം, മസ്തിഷ്ക മരണം സംഭവിക്കാം അതിന്റെ അളവ് കൂടിക്കഴിഞ്ഞാൽ. അതുപോലെ തന്നെ നമുക്ക് ഹാർട്ടിന്റെ റേറ്റ്, ഹാർട്ടിന്റെ ഇടിപ്പ്, ഹൃദയമിടിപ്പ് കൂടിക്കഴിഞ്ഞാൽ ഹാർട്ട് അറ്റാക്ക് വരാം. ഹാർട്ടിലേക്കുള്ള രക്തോട്ടം, ഹാർട്ടിലേക്കുള്ള രക്തക്കുഴലിലേക്കുള്ള രക്തോട്ടമൊക്കെ കുറഞ്ഞിട്ട് ഹാർട്ട് അറ്റാക്ക് വരാം. റെസ്പിറേറ്ററി റേറ്റ് കൂടുമ്പം ശ്വാസ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ വരാം. ഇനി കൂടുതൽ അളവിൽ ഇതെത്തിക്കഴിഞ്ഞാൽ തലച്ചോറിൽ സീഷർ, അപസ്മാരം ഉണ്ടാവാം. പിന്നെ അതിന്റെ കൂടെ തന്നെ നമുക്ക് സോഡിയം കുറയാം, ഹൈപ്പോനാട്രീമിയ എന്ന് പറയാം. പിന്നെ ഹൈപ്പർ തെർമിയ, ശരീരത്തിലെ ടെമ്പറേച്ചറിന്റെ അളവൊക്കെ വളരെ അമിതമായിട്ട് കൂടാം. ചുരുക്കി പറഞ്ഞാൽ ഈ അമിത അളവിൽ സംഭവിച്ചു കഴിഞ്ഞാൽ അവിടെ അവർക്ക് സംഭവിക്കുന്നത് മൾട്ടി ഓർഗൻ ഫെയിലിയർ ആണ്. അപ്പം ആ ഉപയോഗിക്കുന്ന റൂട്ട് അനുസരിച്ചും അതിന്റെ ടോക്സിസിറ്റി കൂടും. ഇൻഹേൽ ചെയ്യുന്ന ആളുകളൊക്കെ ആണെങ്കിൽ പ്യുവർ ഫോം ഓഫ് MDMA നേരിട്ട് രക്തത്തിലേക്ക് ശ്വാസകോശം വഴി പ്രവേശിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനനുസരിച്ച് ആ വ്യക്തികൾക്ക് അതിനനുസരിച്ചുള്ള പ്രശ്നങ്ങൾ വരാനുള്ള സാധ്യത വളരെയേറെയാണ്.